കരുതുന്നവൻ ഞാനല്ലയോ, കലങ്ങുന്നതെന്തിനു നീ? കണ്ണുനീരിൻ്റെ താഴ്വരയിൽ കൈവിടുകയില്ല ഞാൻ നിന്നെ. കണ്ണുനീരിൻ്റെ താഴ്വരയിൽ കൈവിടുകയില്ല ഞാൻ നിന്നെ. ദൈവത്തിൻ്റെ മഹത്വം. അതേ പ്രിയമുള്ളവരെ, കരുതുന്ന ഒരു ദൈവം, നമ്മുടെ കണ്ണുനീരിൻ്റെ താഴ്വരയിൽ നമ്മളെ കൈവിടാത്ത ഒരു കർത്താവ്, ഏലിയാവിനെ കരുതിയ കർത്താവ്, ഏലിയാവിലൂടെ സാറാഫാത്തിലെ വിധവയെ കരുതിയ കർത്താവ്. എത്ര അത്ഭുതകരമായ ഒരു കാഴ്ചയാണ് നമുക്ക് ഇവിടെ കാണുവാനായിട്ട് കഴിയുന്നത്. ദൈവം ഏലിയാവിനെ കരുതുന്നു. ആ ഏലിയാവിൻ്റെ ജീവിതം കൊണ്ട് ഒരു വിധവയും മകൻ്റെയും ജീവിതത്തിൽ ദൈവീക കരുതൽ വെളിപ്പെടുകയാണ്. ഈ വിധവയും മകനും മരിപ്പാനായി ജീവിതത്തിൻ്റെ പ്രതിസന്ധികൾ കാരണം, പ്രശ്നങ്ങൾ കാരണം, അവരുടെ ദാരിദ്ര്യമൊക്കെയും അവരുടെ ജീവിതത്തെ അവരെ മരണത്തിലേക്ക് നയിക്കുവാൻ അല്ലെങ്കിൽ അതിനുവേണ്ടി ഒരുങ്ങിയിരിക്കുന്നതായ ഒരവസരത്തിൽ ഒരു പക്ഷെങ്കിൽ ഈ വിധവയുടെ നിലവിളിയും അല്ലെങ്കിൽ അവരുടേതായ കഷ്ടതയും കണ്ട കർത്താവ് അവരെ രക്ഷിപ്പാനായി ഒരു പ്രവാചകനെ അവരുടെ അടുത്തേക്ക് അയച്ച് പ്രവാചകനെയും കരുതുന്നു. അതോടൊപ്പം തന്നെ ആ പ്രവാചകനെ കരുതുന്നതിലൂടെ ആ വിധവയുടെ ജീവിതത്തെ അല്ലെങ്കിൽ ആ ഭവനത്തെ വീണ്ടെടുത്ത് അവരെ രക്ഷിക്കുന്ന ഒരു കർത്താവ്. ഞാൻ പലപ്പോഴും ഈ ഭാഗം പഠിക്കുമ്പോൾ പറയാറായിട്ടുള്ളത്, മരണ വീടിനെ 5 സ്റ്റാർ ഹോട്ടലാക്കി മാറ്റുന്നതായ ദൈവീക പദ്ധതി. മരിപ്പാനായി അല്ലെങ്കിൽ അടുത്ത ദിവസം ഒരു മരണത്തിൻ്റെ അവസ്ഥയിൽ മരണ വീട്ടിൽ നിന്നുള്ള നിലവിളികൾ ഉയരേണ്ട ഭവനത്തിൽ ഇപ്പോൾ അവൾ അപ്പം വിൽക്കുന്നതായ, ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ ഒരു ഹോട്ടൽ പോലെ, ഉപജീവനത്തിന് വേണ്ടി അവളുടെ ജീവിതത്തിൽ അത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്നതായ ഒരു കർത്താവ്. വീണ്ടും അവിടെ നമ്മൾ വായിക്കുമ്പോൾ പ്രതിസന്ധികൾക്ക് പുറകെ പ്രതിസന്ധികൾ വരുന്നുവെങ്കിലും അതിനുശേഷം അവൾ അനേക നാളുകൾ ഈ ഏലിയാവിലൂടെ ദൈവത്തിൻ്റെ കൃപയും കരുതലും മനസ്സിലാക്കി. അവിടെ ഏലിയാവ് പറയുന്നു, നിൻ്റെ കലത്തിലെ മാവ് കുറഞ്ഞു പോകുകയില്ല, തുരുത്തിയിലെ എണ്ണ വറ്റിപ്പോകുകയില്ല. അങ്ങനെ അവർ ഉപജീവനത്തിന് വേണ്ടി ദൈവം അവളെ അനുഗ്രഹിക്കുന്നതായ ഒരു അനുഭവത്തെ ഏറിയ നാൾ, അവിടെ വായിക്കുന്നത് അവളും അവനും അവളുടെ വീട്ടുകാരും ഏറിയ നാൾ അഹോവൃത്തി കഴിച്ചു എന്നാണ് പറയുന്നത്. അപ്പോൾ ആ വിധവയുടെ ജീവിതത്തിലൂടെ അവളുമായി ബന്ധപ്പെട്ടിരുന്നതായ ഭവനങ്ങൾക്ക് പോലും അങ്ങനെയാണ് അവിടെ എഴുതിയിരിക്കുന്നത്, ഏറിയ നാൾ അവളും അവനും അവളുടെ വീട്ടുകാരും. അപ്പോൾ ആ ഭവനത്തോട് ബന്ധപ്പെട്ട മറ്റുള്ളവർക്ക് പോലും ദൈവീക കരുതലിലൂടെ അനുഗ്രഹത്തെ ലഭിക്കുന്നതായിട്ടാണ് നമുക്കിവിടെ കാണുവാൻ കഴിയുന്നത്. ഇതിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടതും പഠിക്കേണ്ടതും, കഴിഞ്ഞ ദിവസം ഞാൻ ഓർമ്മിപ്പിച്ചതുപോലെ, ദൈവം എന്നെയും നിങ്ങളെയും അനുഗ്രഹിക്കുന്നത്, നമ്മുടെ ദൈവം സ്വാർത്ഥതയുടെ ദൈവമല്ല, സെൽഫിഷ് അല്ല, മറ്റുള്ളവർക്ക് വേണ്ടി പങ്കുവയ്ക്കുന്നതായ ആ ദൈവസ്നേഹത്തെയാണ് നമുക്കിവിടെ കാണുവാനായി കഴിയുന്നത്. അതേ പ്രിയമുള്ളവരെ, ദൈവസ്നേഹത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത, സ്വന്തം പുത്രനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. ദൈവസ്നേഹം എപ്പോഴും അങ്ങനെയാണ്. എന്തു കൊടുക്കുവാനായിട്ട് കഴിയും, എന്തു കിട്ടുമെന്നുള്ളതല്ല. ഇന്ന് പലപ്പോഴും ലോകത്തിൻ്റെ സ്നേഹത്തിൻ്റെ പ്രത്യേകത എന്ത്, ഞാൻ അവരെ സ്നേഹിച്ചാൽ, ഞാൻ അവർക്ക് വേണ്ടി പ്രവർത്തിച്ചാൽ, ഞാൻ ഇന്ന കാര്യങ്ങൾ ചെയ്താൽ എനിക്കെന്തെങ്കിലും പ്രയോജനമുണ്ടോ എന്ന് നോക്കി നടന്ന് സ്നേഹം നടിക്കുന്ന ഒരു ലോകത്തിൽ കർത്താവ് പറയുകയാണ്, എന്തു കൊടുക്കാനായിട്ട് പറ്റും. ഇതൊരു സ്നേഹത്തിൻ്റെ പ്രകടനമല്ലേ. ഒരാളെ മാത്രമല്ല, ഏലിയാവിനെ മാത്രമല്ല കരുതുന്നത് ദൈവം. ആ സാറാഫാത്തിലെ വിധവയുടെ അവസ്ഥയെ മനസ്സിലാക്കി ഏലിയാവിനെ ഒരു പാഠമൊക്കെ പഠിപ്പിച്ച്, കാരണം ദൈവിക കരുതലിൻ്റെ സവിശേഷതയെ പഠിപ്പിക്കുകയും അങ്ങനെ പ്രവാചകൻ അവിടെ ദൈവത്തിൻ്റെതായ ആ ശക്തിയെ അവരോട് വെളിപ്പെടുത്തി. അവിടെ പറയുകയാണ്, ഇസ്രായേലിൻ്റെ ദൈവമായ യഹോവ അരുളി ചെയ്യുന്നു. എങ്ങനെയാണ്? മഴ പെയ്യ്ക്കുന്ന നാൾ വരെ കലത്തിലെ മാവ് തീർന്നു പോകുകയില്ല, ഭരണിയിലെ എണ്ണ കുറഞ്ഞു പോകുകയില്ല എന്ന് ഇസ്രായേലിൻ്റെ ദൈവമായ യഹോവ അരുളി ചെയ്യുന്നു എന്ന് പറഞ്ഞു. ഇവിടെ ദൈവത്തിൻ്റെ മഹത്വത്തെ ദൈവീക കരുതലിലൂടെ
ദൈവത്തിൻ്റെ മഹത്വത്തെ വെളിപ്പെടുത്തുന്നു, ദൈവത്തെ ഉയർത്തുകയാണ്. നമ്മൾ വേദപുസ്തകം ഉടനീളം പഠിച്ചു കഴിഞ്ഞാൽ ദൈവം ചെയ്തതായ ഓരോ പ്രവൃത്തികളിലും ദൈവിക കരുതലിൻ്റെ പിന്നിൽ ഏറ്റവും വലിയ കാര്യമെന്ന് പറയുന്നത് ദൈവത്തിൻ്റെ മഹത്വത്തെ വർണ്ണിക്കുകയാണ്. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ച കർത്താവിൻ്റെ പ്രവൃത്തിയുടെ പിന്നിൽ അവിടെയും നമ്മൾ കാണുന്നു ദൈവമഹത്വത്തെ അവിടെ വെളിപ്പെടുത്തുകയാണ്. അതുമാത്രമല്ല പ്രിയമുള്ളവരെ, ഈ യോഹന്നാൻ്റെ സുവിശേഷം 6-ാം അധ്യായം നമ്മൾ പഠിക്കുമ്പോൾ കർത്താവ് അപ്പം കൊണ്ട് അവരെ തൃപ്തിപ്പെടുത്തുക മാത്രമല്ല, സ്വർഗീയ അപ്പത്തെപ്പറ്റി അവർക്ക് പറഞ്ഞുകൊടുത്ത് ആ നിത്യതയ്ക്ക് വേണ്ടി അവരെ ഒരുക്കുവാനായിട്ട് ശ്രമിക്കുന്നു. അപ്പോൾ ഓരോ ഭൗതിക നന്മയിലെയും പിന്നിൽ, അല്ലെങ്കിൽ ദൈവികമായ കരുതലിൻ്റെ പിന്നിൽ ഉള്ള ഏറ്റവും വലിയ ആ ആഗ്രഹം, ദൈവത്തിൻ്റെ ആഗ്രഹം എന്താ? ഈ അനുഭവം ലഭിച്ചവർ, അല്ലെങ്കിൽ ദൈവിക കരുതൽ അനുഭവിച്ചവർ നിത്യരാജ്യത്തിന് അവകാശികളായി തീരണം എന്നുള്ളതാണ് ദൈവത്തിൻ്റെതായ ഇഷ്ടം. അതിനുവേണ്ടിയാണ് ദൈവം ഈ കരുതുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ പഠിക്കുമ്പോൾ ഈ വിധവയുടെ ജീവിതത്തിൽ കർത്താവിൻ്റെ അത്ഭുതങ്ങളെ അവൾ കാണുകയാണ്. അല്ലെങ്കിൽ ആദ്യം ഏലിയാവിനോട് പറയുന്നു, നിന്റെ ദൈവമായ യഹോവയാണ്, എൻ്റെ ജീവിതം ശൂന്യമാണ്. എന്നാൽ അതേ യഹോവയാണ് ഏലിയാവ് പറയുന്നു, ആ ശൂന്യമായ ആ നിരാശ നിറഞ്ഞ ജീവിതത്തെ കർത്താവ് നിറയ്ക്കുവാനായിട്ട് പോകുന്നു. അതിലൂടെ മാത്രമല്ല, ഒരു ഭൗതിക നന്മ മാത്രമല്ല അവിടെ കൊടുക്കുന്നത്, ഈ ദൈവത്തിലുള്ളതായ അവരുടെ വിശ്വാസത്തെ, ഏലിയാവിൻ്റെ ദൈവത്തെ കൂടുതൽ വിശ്വസിപ്പാനായിട്ടിടയായിത്തീരുന്നു. അതേ പ്രിയമുള്ളവരെ, ഇന്ന് പകൽക്കാലം നമുക്ക് നമ്മുടെ ജീവിതത്തെയും ഒന്ന് ശോധന ചെയ്ത് നോക്കാം. നമ്മൾ ദൈവത്തെ അറിഞ്ഞവരാണ്, ദൈവസ്നേഹം അനുഭവിക്കുന്നവരാണ്. എന്നാൽ നമ്മുടെ ചുറ്റുപാടുകളിൽ ഈ ദൈവത്തിൻ്റെ ശക്തിയും ഈ ദൈവത്തിൻ്റെ സ്നേഹവും അറിയാത്തവരിലേക്ക് നമ്മുടെ ജീവിതത്തിൽ ലഭിച്ച നന്മയിലൂടെ ആ ദൈവസ്നേഹം പകരുവാനായിട്ട് കഴിയട്ടെ. ഒരാളെയെങ്കിലും ഈ ക്രിസ്തുവിൻ്റെ സ്നേഹത്തിങ്കിലേക്ക് നേടുവാനും നിങ്ങൾ ആരാധിക്കുന്ന ദൈവത്തിൻ്റെ ശക്തി മറ്റുള്ളവർ അറിയുവാനായിട്ട് ഇടയായിത്തീരട്ടെ. പ്രാർത്ഥിക്കാം. അതേ ഞങ്ങളുടെ നല്ല കർത്താവേ, സ്വർഗീയ പിതാവേ, ഞങ്ങളെ കരുതുന്നതിലൂടെ ദൈവമഹത്വം വെളിപ്പെടുത്തുന്നതിനായിട്ട് സ്തോത്രം. ഞങ്ങളെ കരുതുന്നതിലൂടെ ഞങ്ങളുടെ ചുറ്റുപാടുകളിൽ ദുരിതം അനുഭവിക്കുന്നവരെയും വേദനപ്പെടുന്നവരെയും നിരാശപ്പെടുന്നവരെയും അവരിലേക്ക് ദൈവസ്നേഹം പകരുന്നതിനും അവരുടെ പ്രതിസന്ധികളിൽ നിന്ന് അവരെ വിടുവിക്കുന്നതിനും അത് മുഖാന്തരമാകുന്നതോർത്ത് സ്തോത്രം. നാഥാ, ഇന്ന് പകൽക്കാലം ഈ വചനം കേൾക്കുന്നതായ ഞങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ ജീവിതത്തിൽ അവിടുത്തെ കരുതുന്നതിലൂടെ മറ്റുള്ളവരിലേക്കും ആ ദൈവസ്നേഹത്തെ പകരുവാൻ, നിത്യതയെപ്പറ്റിയുള്ള അറിവ് പകരുവാൻ, ദൈവത്തിന് വേണ്ടി അവരെ സ്വർഗരാജ്യത്തിലേക്ക് നേടുവാൻ തക്കവണ്ണം, ആ നിത്യതയെപ്പറ്റിയുള്ള വലിയ വാഞ്ച നൽകുവാൻ തക്കവണ്ണം ഞങ്ങളുടെ ജീവിതങ്ങളിടയാകണം. യേശുവിൻ നാമത്തിൽ തന്നെ പിതാവേ, ആമേൻ.